നാസ ഉൾപ്പെടെയുള്ള ലോകത്തെ എല്ലാ ബഹിരാകാശ ഏജൻസികളുടെയും ശ്രദ്ധ ഇപ്പോൾ ചന്ദ്രനും അപ്പുറത്തേക്കാണ്. അങ്ങ് ദൂരെ ചൊവ്വ ഗ്രഹത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്ന സങ്കീർണമായ ദൗത്യം നേടുക എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു വരികയാണിവർ. മനുഷ്യനെ ചൊവ്വയിലേക്ക് ഇറക്കാനുള്ള പദ്ധതികൾ നാസയുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതേസമയം ചൊവ്വയിലേക്കുള്ള മനുഷ്യന്റെ യാത്രയ്ക്ക് മുന്നോടിയായി ഭൂമിയിലെ ചില പ്രത്യേക ഇടത്ത് വെച്ച് പരിശീലനം നൽകുന്നുണ്ട്. ചൊവ്വയിലേതുപോലുള്ള സാഹചര്യങ്ങളാണ് ഈ മേഖലകളുടെ പ്രത്യേകത. അത്തരത്തിലൊന്നാണ് ഇസ്രായേലിലെ നെഗീവ് മരുഭൂമിയിലെ മക്തഷ് റാമോൺ പ്രദേശം. ഡിമാസ് എന്ന പദ്ധതിക്ക് കീഴിൽ ഇസ്രായേലി സ്പേസ് ഏജൻസി ചൊവ്വ ഗ്രഹത്തിലെ അന്തരീക്ഷത്തിന് സമാനമായ ഒരു കൃത്രിമ ബേസ് ഇവിടെ സ്ഥാപിച്ചിരുന്നു. തെക്കൻ ഇസ്രായേലിലുള്ള നെഗീവ് മരുഭൂമിയിലെ 1600 അടി ആഴവും 25 മൈൽ വീതിയുമുള്ള ഭീമൻ ഗർത്തത്തെയാണ് ചൊവ്വയ്ക്ക് സമാനമായ പ്രദേശമാക്കി മാറ്റിയിരിക്കുന്നത്. ബഹിരാകാശ സഞ്ചാരികളുടേതുപോലുള്ള സ്പേസ് സ്യൂട്ടുകൾ ധരിച്ച ഏതാനും മനുഷ്യർ സമീപകാലങ്ങളിൽ ഇവിടെ ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. ചൊവ്വയിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയിരിക്കും, ചൊവ്വയിൽ എത്തിയാൽ ചെയ്യേണ്ട ഗവേഷണങ്ങൾ തുടങ്ങിയവയാണ് ഈ മേഖലയിൽ ഗവേഷകരുടെ നേതൃത്വത്തിൽ നടന്നത്. GPS രഹിത ഡ്രോൺ പ്രോട്ടോടൈപ്പ്, ഓട്ടോമേറ്റഡ് മാപ്പിംഗ് വെഹിക്കിളുകൾ, ലാബ് തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ഇവിടെ ഇസ്രായേലിന് പുറമെ ഓസ്ട്രേലിയ, ജർമ്മനി, നെതർലൻഡ്സ്, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും സഹകരിച്ചിരുന്നു. 2018 ഡിമാസ് പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. 2021 അവസാനമായി ഒരു ഗവേഷണ പദ്ധതി ഇവിടെ നടത്തിയത്. ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ പദ്ധതികൾ നിലവിൽ സ്തംഭിച്ചിരിക്കുകയാണ്. 1940കളുടെ അവസാനം മുതൽ തന്നെ ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കുക എന്നത് ശാസ്ത്രലോകത്തിന്റെ സ്വപ്നങ്ങളിലൊന്നാണ്. ആളില്ലാ പേടകങ്ങൾ ഇറങ്ങിയെങ്കിലും മനുഷ്യനെ ചൊവ്വയിലെത്തിക്കാനുള്ള പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ല. ചന്ദ്രനിലേക്കും അതിനപ്പുറമുള്ള മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്നതിനായി നാസ വാഷിംഗ്ടണിലെ ആസ്ഥാനത്ത് ഒരു ന്യൂ മൂൺ ടു മാസ് പ്രോഗ്രാം ഓഫീസ് സ്ഥാപിച്ചിരുന്നു. നാസ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നതനുസരിച്ച് ആദ്യത്തെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നത് ഉൾപ്പെടെയുള്ള ധീരമായ ദൗത്യങ്ങൾ നടത്താൻ ഏജൻസിയെ ഈ ഓഫീസ് സഹായിക്കും. ചന്ദ്രനിൽ ദീർഘകാല സാന്നിധ്യം സ്ഥാപിക്കാൻ ഏജൻസിയെ സഹായിക്കാനും ഇത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വയിലോ മറ്റെവിടെയെങ്കിലുമോ ബഹിരാകാശ കോളനിവൽക്കരണം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മുടെ ജീവിവർഗത്തെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ മനുഷ്യർക്ക് ധാർമ്മിക കടമയുണ്ടെന്ന് ചിലർ വാദിക്കുന്നു. ബഹിരാകാശ കോളനിവൽക്കരണം അതിനുള്ള ഒരു മാർഗമാണ്. ബഹിരാകാശത്ത് ജീവിക്കുന്നത് സയൻസ് ഫിക്ഷനാണെന്നും മറ്റൊരു ഗ്രഹത്തെയോ ചന്ദ്രനെയോ നശിപ്പിക്കുന്നത് പകരം ഭൂമിയിലെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മറ്റുള്ളവർ വാദിക്കുന്നു. ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന ചൊവ്വയിലെ പുരാതന കടൽത്തീര ജലവൈദ്യുത നിക്ഷേപത്തിനുള്ള തെളിവുകൾ നാസ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. തെക്കൻ ചൊവ്വയിലെ ഒരു തടത്തിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങളുടെ നാസയുടെ മാസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ നടത്തിയ നിരീക്ഷണങ്ങൾ ഗവേഷകർ പരിശോധിച്ചു. ഗ്രഹത്തിന്റെ പുറംതോടിന്റെ അഗ്നിപർവ്വത സജീവമായ ഭാഗത്തു നിന്ന് വളരെ കാലം മുൻപ് ഒരു വലിയ കടലിന്റെ അടിത്തട്ടിൽ പ്രവേശിച്ച ചൂടായ ജലമാണ് ഈ നിക്ഷേപങ്ങൾ രൂപപ്പെടുന്നതിന്റെ തെളിവായി അവർ ഡാറ്റ വ്യാഖ്യാനിക്കുന്നു. ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നുവെന്നതിന് തെളിവുകൾ ഞങ്ങൾ കണ്ടെത്തിയിരുന്നെങ്കിലും ഭൂമിയിൽ ജീവൻ ആരംഭിച്ചിരിക്കാവുന്ന തരത്തിലുള്ള പരിസ്ഥിതിയെക്കുറിച്ച് ഈ സൈറ്റിന് നമ്മോട് പറയാൻ കഴിയും. യുഎസിലെ നാസയുടെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിലെ പോൾ നൈൽസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.